ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന നമ്മുടെ കഥാനായകനായ ഹൈക്കിനെയാണ്. ഹൈക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മുഖമൊക്കെ മഞ്ഞിച്ചിരിക്കുന്നു. അവനൊട്ടും വയ്യ, വല്ലാത്ത ക്ഷീണവും തളർച്ചയും. അവൻ അങ്ങനെ അവിടെ പാടുപെട്ട് കിടക്കുന്ന സമയത്താണ് നമ്മുടെ കഥാനായികയും നേഴ്സുമായ സൂബിൻ അവിടേക്ക് എത്തുന്നത്. സൂബിൻ ഹൈക്കിനോട് സംസാരിച്ച് അവൻ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുന്നു. അവളുടെ സംസാരം എന്തോ ഇവന് ആ ഒരു വയ്യാത്ത സിറ്റുവേഷനിൽ ഒരു ആശ്വാസം പോലെയാണ് തോന്നുന്നത്. കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഹൈക്കിനെ കാണാനായി അവന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാരും ഇവന്റെ അടുത്തേക്ക് വരാൻ മെനക്കെടാതെ സ്വല്പം മാറി നിന്ന് ഫേസ് മാസ്ക് ഒക്കെ ധരിച്ചു നിന്നാണ് ഇവനോട് സംസാരിക്കുന്നത്. ഇവന്റെ അസുഖം അവർക്ക് പടർന്നാലോ എന്നതാണ് അവരുടെ പേടി. സ്വന്തം അമ്മയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവൻ അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നു. അവൻ അമ്മയോട് കുറച്ചു നേരം എന്റെ അടുത്ത് വന്നിരുന്നു സംസാരിക്കമ്മ എന്ന് കെഞ്ചി പറയുന്നുണ്ടെങ്കിലും ഇല്ലട മോനെ, എനിക്ക് പേടിയാ, സത്യം പറയാലോ, ഞാൻ എന്തായാലും വീട്ടിൽ പോയി നിനക്ക് ഇഷ്ടമുള്ള വല്ലോ ഉണ്ടാക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് അമ്മ നൈസായിട്ട് അവിടെ നിന്ന് സ്ഥലം വിടുന്നു. ഹൈക്കിനെ കെടുത്തിരിക്കുന്നത് വാർഡിലാണ്. അവിടെ ഇവനെ കൂടാതെ മറ്റു 3-4 പേഷ്യൻസും ഉണ്ട്. അവർക്കും ഇവന്റെ ഈ മഞ്ഞിച്ചിരിക്കുന്ന മുഖം കണ്ട് ഭയങ്കര പേടി. ഇവനെന്തോ അന്യഗ്രഹ ജീവിയെ പോലെയാണ് അവർ കണക്കാക്കുന്നത്. ആ സമയം നമ്മുടെ നേഴ്സായ സൂബിൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹൈക്കിനെ ഇങ്ങനെ ആരും കണക്കാക്കേണ്ട കാര്യമില്ല, അവന്റെ അസുഖം ഒരു പകർച്ചവ്യാധി ഒന്നുമല്ല എന്ന്. എല്ലാവരും തന്നെ ഒരുമാതിരി കണക്കാക്കുമ്പോൾ ഒരേ ഒരാള് തന്നോട് വളരെ കാര്യത്തിൽ പെരുമാറുമ്പോൾ നമുക്ക് അയാളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുമല്ലേ? അതേ ഒരു ഇഷ്ടം ഹൈക്കിന് സൂബിനോട് തോന്നുന്നു. അവന്റെ ഒരു ആശ്വാസമായി മാറുകയാണ് അവള്. എന്റെ അമ്മ പോലും പരിഗണിക്കാത്ത സമയത്ത് അവളാണല്ലോ എന്നെ പരിഗണിക്കുന്നത് എന്ന ചിന്ത അവന്റെ ഉള്ളിലുണ്ടാകുന്നു. അങ്ങനെ അന്ന് രാത്രി കുറെ നേരമായിട്ടും ഈ വാർഡിന്റെ പരിസരത്തോട്ട് നേഴ്സ് വരാത്തത് കൊണ്ട് തന്നെ ഇവന് അവൾ എവിടെ പോയെന്ന വെപ്രാളമുണ്ടായി. അവിടെയെല്ലാം അവളെ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് ഒരു സ്ഥലത്ത് ഇവള് മറഞ്ഞു നിന്ന് സിഗരറ്റ് വലിക്കുന്നതാണ് ഹൈക്ക് കാണുന്നത്. ഹൈക്കിനെ കണ്ടപാടെ സൂബിൻ എന്ത് ചെയ്യാനാ, സ്ട്രെസ്സും ടെൻഷനും ഒന്ന് മാറ്റാൻ വേണ്ടി പുകവലിച്ചതാ, ഇവിടത്തെ ഹെപ്റ്റിക് ആയ വർക്ക, നീണ്ടു നിൽക്കുന്ന ഡ്യൂട്ടി, മടുത്തു എന്നെല്ലാം സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അവളുടെ കയ്യിൽ ഒരു മോതിരം കിടക്കുന്നത് ഹൈക്ക് ശ്രദ്ധിക്കുന്നത്. ഇനി ഇവളുടെ എൻഗേജ്മെന്റ് ഓൾറെഡി കഴിഞ്ഞതാണോ എന്നറിയാനായി അവൻ ഈ മോതിരം എവിടെ നിന്ന് വാങ്ങി, ആര് വാങ്ങിച്ചു തന്നു എന്നെല്ലാം ചോദിക്കുന്നു. ആ സമയം അവള് ഇത് ഞാൻ എനിക്ക് തന്നെ വാങ്ങിച്ചതാണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് അവന്റെ മനസ്സൊന്ന് ശാന്തമാകുന്നത്. അപ്പം തനിക്ക് എതിരാളികളൊന്നുമില്ല, ഇവള് ഫ്രീ ആണ് എന്നൊരു ചിന്ത അവന്റെ ഉള്ളിലുണ്ടാകുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഹെഡ് നേഴ്സ് വരുന്നു. മൊത്തം സിഗരറ്റിന്റെ മണമാണല്ലോ, ആരെവിടെ പുകവലിക്കുന്നതെന്ന് ഹെഡ് നേഴ്സ് ചോദിക്കുമ്പോൾ സൂബിൻ പ്ലേറ്റ് ചെയ്തിരിക്കുന്നു. അവള് മുന്നിൽ നിൽക്കുന്ന ഹൈക്കിനെ കാണിച്ചിട്ട് മേഡം ദേ ഈ പേഷ്യന്റ് സിഗരറ്റ് വലിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹെഡ് നേഴ്സ് ഹൈക്കിനെയും വഴക്ക് പറയുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ സൂബിൻ വാർഡിലെത്തി ഹൈക്കിനെ ചെന്ന് കണ്ട് സോറി പറയാണ്. ഞാൻ ആ പുകവലിക്കുന്നതെന്ന് ആ ഹെഡ് നേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, സോറി എന്ന് അവള് പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് അവൻ പറയുന്നു. അവൻ ആ സമയം ഫുഡ് കഴിക്കായിരുന്നു. ഇവൾ ഉടനെ തന്നെ ചോപ്സ്റ്റിക്ക് കൊണ്ട് അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. വായിൽ വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് നിങ്ങളുടെ അല്ല, ഞാൻ ഓർക്കാപ്പുറത്ത് ഫുഡ് കണ്ട് ആക്രാന്തത്തി കഴിച്ചു പോയതാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൻ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. ഇവളെ മൊത്തത്തിൽ അവനങ്ങ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. വളരെ കെയറിംഗ് ആണ്, വളരെ ഫ്രണ്ട്ലി ആണ്, ഇവള് തന്റെ ലൈഫിൽ വന്നാൽ അടിപൊളിയാണ് എന്നെല്ലാം അവൻ കരുതുന്നു. അങ്ങനെ പതിയെ പതിയെ ഇവർക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകുന്നു. ആദ്യമൊക്കെ ഹൈക്കിനെ പേഷ്യന്റ് എന്ന് സംബോധന ചെയ്തുകൊണ്ടിരുന്ന സൂബിൻ പതിയെ പതിയെ അവനെ പേര് വിളിക്കാൻ തുടങ്ങുന്നു. കൂടാതെ നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് ഇടയ്ക്ക് 2 മിനിറ്റ് ഒക്കെ ഇവന്റെ ബെഡിന്റെ അവിടെ ഒന്ന് തല ചായച്ച് അവളിങ്ങനെ ഇരിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ വെപ്രാളത്തിൽ എഴുന്നേറ്റും പോകുന്നു. നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഉറക്കം സഹിക്കാൻ വയ്യാതെ പാവം ചെയ്യുന്നതാണ്. ഹൈക്കാണെങ്കിൽ ഇവൾക്ക് പുകവലിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾക്ക് കമ്പനി കൊടുക്കാനായിട്ട് അവനും പുകവലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കാണുന്ന അവള് ദേഷ്യപ്പെടുന്നു. തുടർന്ന് ഇവൻ അവൾക്ക് സോറി എന്നെല്ലാം എഴുതി കാണിക്കുന്നു. കൂടാതെ ഇവൾക്ക് കഴിക്കാനായി ഫ്രൂട്ട്സ്, നൂഡിൽസ്, സ്വീറ്റ്സ് അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഇവൾ അതിന്റെ ഇടയിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ള സമയത്ത് ഇവന്റെ ബെഡിൽ വന്ന് തല ചായച്ച് ഇരുന്നുറങ്ങാറുണ്ട്. അങ്ങനെ പതിയെ പതിയെ ഓരോ ദിവസം കഴിയുന്തോറും ഇരുന്നുള്ള ആ ഒരു ഉറക്കം ഇവന്റെ ബെഡിൽ കിടന്നുള്ള ഉറക്കമായി മാറുന്നു. ഹൈക്കിന് ഓരോ ദിവസം കഴിയുന്തോറും അവളോടുള്ള ഇഷ്ടം കൂടി കൂടി വരികയാണ്. പക്ഷെ ആ ഇഷ്ടം അവൻ തുറന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹൈക്കിന്റെ വാർഡിലെ മറ്റ് പേഷ്യൻസ് അവർക്ക് അവരുടെ വിസിറ്റേഴ്സ് ഒക്കെ കൊണ്ടു കൊടുക്കുന്ന ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ മിസ്സിംഗ് ആയി പോകുന്നത് ശ്രദ്ധിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഹൈക്കിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറ്റ് പേഷ്യൻസിന്റെ വിസിറ്റേഴ്സ് കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഹൈക്ക് തനിക്ക് തരുന്നതെന്ന് അറിയാതെ അതെല്ലാം സൂബിൻ കഴിക്കുന്നു. കൂടാതെ അവള് പറയുന്നുണ്ട് നീ എന്ത് ഭാഗ്യം ചെയ്തവനാ, നിന്റെ അമ്മ എത്ര സ്വാദിഷ്ടമായ സ്വീറ്റ്സ് ഒക്കെ ആയി ഉണ്ടാക്കി കൊണ്ടുവരുന്നതെന്ന്. അവൻ അത് കേട്ട് മറുപടി ഒന്നും പറയുന്നില്ല. തുടർന്ന് അവള് നിന്റെ ഗേൾ ഫ്രണ്ട് എന്ത് ഭാഗ്യം ചെയ്തവളാ, നീ നല്ലൊരു ബോയ് ഫ്രണ്ടാ എന്നൊക്കെ പറയുമ്പോൾ അവന് ദേഷ്യം വരുന്നു. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന് അവൻ ഉറക്കെ പറയുന്നു. അങ്ങനെ പിന്നീട് ഡോക്ടർ റൗണ്ട്സിനെത്തുന്നു. ആ സമയം ഒരു ഡോക്ടർ സൂബിനോട് സംസാരിക്കുന്നത് കാണുന്ന ഹൈക്കിനെ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഡോക്ടർ ആണെങ്കിൽ ഹൈക്കിനെ പരിശോധിച്ച ശേഷം നിങ്ങളുടെ അസുഖം എല്ലാം മാറി, ഇനി നിങ്ങൾക്ക് ഡിസ്ചാർജ് ആകാമെന്ന് പറയുന്നു. ഇവൻ അത് സഹിക്കാൻ വയ്യ, ഇവിടെ നിന്ന് പോയാൽ സൂബിനെ കാണാൻ സാധിക്കില്ലല്ലോ, എനിക്ക് വയ്യ ഡോക്ടറെ എന്ന് അവൻ പറയുമ്പോൾ ഇവിടെ കിടന്ന് ചികിത്സിക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും വയ്യാടിക്ക് ഉണ്ടെങ്കിൽ വന്ന് കൺസൾട്ട് ചെയ്ത് പൊക്കോളൂ എന്ന് ഡോക്ടറും തീർത്തു പറയുന്നു. ഷെടാ ഇപ്പോഴാ ഒന്ന് മിണ്ടി തുടങ്ങിയത്, അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാര വന്നല്ലോ എന്ന് അവൻ ആകെപ്പാടെ വിഷമിക്കുന്നു. അങ്ങനെ പിന്നീട് ഡിസ്ചാർജ് ആകുന്നതിന് മുന്നേ സൂബിനെ കണ്ട് പ്രപ്പോസ്
പ്രപ്പോസ് ചെയ്യണമെന്ന് ഹൈക്ക് തീരുമാനിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് സാധിച്ചില്ല. ഡിസ്ചാർജ് ആയി അടുത്ത ദിവസം അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തി സൂബിനെ കാണാൻ ശ്രമിക്കുമ്പോൾ അവൾ അന്ന് ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അവളുടെ മൊബൈൽ നമ്പറോ വീടിന്റെ അഡ്രസ്സോ ഒന്നും ഇവന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഒരുവിധം ഹോസ്പിറ്റലിൽ നിന്ന് അവളുടെ മൊബൈൽ നമ്പർ സംഘടിപ്പിക്കുന്നു. അത് രജിസ്റ്ററിൽ പെട്ടെന്ന് വേറെ ആരും കാണാതെ തപ്പിപ്പിടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ 10 നമ്പറിലെ ലാസ്റ്റ് 2 നമ്പർ അവന് ഓർമ്മ കിട്ടുന്നില്ല. അവൻ അതുകൊണ്ട് ബാക്കി 8 നമ്പർ വെച്ച് ഡയൽ ചെയ്ത് ലാസ്റ്റത്തെ 2 ഡിജിറ്റ് റാൻഡമായി കറക്കി നോക്കുന്നു. അങ്ങനെ കുറെ തവണ റോങ് നമ്പർ ആണ് കിട്ടുന്നത്. പക്ഷെ ഒടുക്കം ഒരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ സൂബിനെ കോളിൽ കിട്ടുന്നു. സൂബിനോട് ഇവൻ ഞാൻ ഹൈക്കാണ്, നിങ്ങളുടെ പേഷ്യന്റ്, ഓർമ്മയില്ലേ എന്നെ? ഞാൻ ഡിസ്ചാർജ് ആയി, അതിനു മുമ്പ് കാണണമെന്ന് വിചാരിച്ചു, പക്ഷെ സാധിച്ചിരുന്നില്ല. ഇപ്പൊ ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്. എന്നെ നിങ്ങൾ വളരെയധികം കെയറോടെയാണ് നോക്കിയത്. അത് ഞാൻ നിങ്ങളുടെ ഒരു പേഷ്യന്റ് ആയതുകൊണ്ട് മാത്രമാണോ അതോ ഞാൻ സംതിങ് സ്പെഷ്യൽ ആണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ വെറും പേഷ്യന്റ് മാത്രമല്ല എന്ന് അവള് പറയുന്നു. അവന് കൂടുതലൊന്നും ആ സമയത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല സന്തോഷം കൊണ്ട്. അവൾ ആ പറഞ്ഞതിൽ നിന്ന് അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് അവൻ കരുതുന്നു. അവൻ ശരിയെന്നു പറഞ്ഞ് ഫോൺ വെക്കാൻ ഒരുങ്ങുമ്പോൾ അവള് വീട്ടിലാരുമില്ല, അങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ച് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. അവൻ ഉടനെ തന്നെ അച്ഛന്റെ ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ എത്തി അവളുടെ അടുത്തിരുന്ന് സംസാരിച്ചു കഴിഞ്ഞ് ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ എഴുന്നേക്കാൻ ഒരുങ്ങുമ്പോൾ അവൾ ഇന്ന് പോകണ്ട, ഇന്ന് ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുന്നു. അവൻ അത് എതിർക്കാനേ സാധിക്കില്ല. അങ്ങനെ അന്ന് അവൻ അവളുടെ കൂടെ ഒരേ ബെഡിൽ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അടുത്ത ദിവസം അവൾ ഉണരുന്നതിന് മുന്നേ ഉണർന്ന് അവിടുത്തെ ചില ജോലിയൊക്കെ ചെയ്ത് അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റും അവൻ ഉണ്ടാക്കി വെക്കുന്നു. ഇത് കാണുന്ന അവൾക്ക് വല്ലാത്ത സങ്കടം. അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുക്കുന്നു. തുടർന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഹൈക്ക് വീട്ടിലേക്ക് എത്തുന്നത്. അവൻ ചിരിച്ചുകൊണ്ട് ഫോൺ കുത്തിപ്പിടിച്ചിരുന്ന് മെസ്സേജ് അയക്കുന്നത് കാണുന്ന അവന്റെ അച്ഛനും അമ്മയും എന്താടാ നിനക്ക് ലൈൻ വല്ലതും സെറ്റായോ എന്ന് അവനോട് തിരക്കുന്നു. അച്ഛനും അമ്മയും ഒരു രസത്തിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, ലൈൻ സെറ്റായോ എന്ന് ഹൈക്കിനോട് ചോദിച്ചെങ്കിലും അവൻ സൂബിന്റെ പേര് പറയാതെ തനിക്ക് ഗേൾ ഫ്രണ്ട് ആയി എന്ന് അച്ഛന്റെയും അമ്മയുടെയും മുൻപിൽ വെളിപ്പെടുത്തുന്നു. അവര് ഞെട്ടുന്നു. ഇവന്റെ ഈ ഫിഗർ വെച്ച് ഇവനും ഗേൾ ഫ്രണ്ട് സെറ്റായോ എന്നതാണ് അവരുടെ ഞെട്ടലിന് പിന്നിലെ കാരണം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സൂബിന്റെ കയ്യിൽ സ്ഥിരമായി ഉണ്ടാകാറുള്ള ആ ഒരു റിങ് കളഞ്ഞു പോയതിനെ തുടർന്ന് അതറിയുന്ന ഹൈക്ക് അവൾക്ക് അച്ഛന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് റിങ് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. കൂടാതെ സൂബിന് ഒരു കോൺടെസ്റ്റിലൂടെ ഒരു ഐലൻഡിലേക്ക് പോയി വെക്കേഷൻ ആഘോഷിക്കാനുള്ള 2 ടിക്കറ്റ് കിട്ടുന്നു. സൂബിനും ഹൈക്കും അങ്ങോട്ടേക്ക് പോകാനായി തീരുമാനിക്കുന്നു. പോകുന്നതിന് മുന്നേ ഇവർ കപ്പിൾ ടീഷർട്ട് വാങ്ങാൻ നോക്കുന്നു. പക്ഷെ ഹൈക്കിന്റെ സൈസിന് ടീഷർട്ട് കിട്ടുന്നില്ല. ഹൈക്കിന് വല്ലാത്ത ഒരു നാണക്കേട് പോലെ തോന്നുന്നു. കൂടാതെ അവൻ സൂബിനെയും കൂട്ടി ഒരു കടയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കടക്കാരൻ മാഡം ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇത്തവണ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരാമെന്ന് പറയുന്നു. അതും ഹൈക്കിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, സൂബിനെയാണ് എല്ലാവരും കാര്യമാക്കുന്നത്, അവൾ തന്നെക്കാൾ ഒരുപാട് സുന്ദരിയാണ് എന്ന കാരണങ്ങൾ ചിന്തിച്ച് വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഐലൻഡിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുന്നേ സൂബിൻ അവൾ ധരിച്ചിരിക്കുന്ന പോലത്തെ ഷൂസ് ഹൈക്കിന് വാങ്ങി നൽകുന്നു. ഒരേപോലത്തെ ടീഷർട്ട് ഇടാൻ സാധിച്ചില്ലെന്താ, ഒരേപോലത്തെ ഷൂസ് ഇടാമല്ലോ എന്ന് അവൾ പറയുമ്പോൾ ഞാൻ ഉറപ്പായും എന്റെ വണ്ണം കുറയ്ക്കും, അടുത്ത ക്രിസ്മസിന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഇതേ ഐലൻഡിലേക്ക് കപ്പിൾ ടീഷർട്ട് ഇട്ട് പോകുമെന്നും അവൻ പറയുന്നു. ഇത് കേട്ട് സൂബിൻ ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഹൈക്ക് നല്ല മെലിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവന്റെ കമ്പനിയിലെ ബോസ് അവനോട് കുറച്ച് ദൂരെയായുള്ള ഒരു സ്ഥലത്തെ ഒരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. ആദ്യം അവൻ അതിന് തയ്യാറാവുന്നില്ല. ആ സമയത്ത് ആ ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് സുപ്പീരിയർ ഇവന്റെ മനസ്സ് മാറ്റുന്നു. അങ്ങനെ ജോലിക്ക് പോകുന്നതിന് മുന്നേ EMIക്ക് ഒരു കാർ എടുക്കുന്നു. കൂടാതെ ഒരു റിങ് വാങ്ങി സൂബിനെ പ്രപ്പോസും ചെയ്താണ് അവൻ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ജോലിയുടെ ഫസ്റ്റ് ഡേ കമ്പനിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവനെ പോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയും ഇതേ പോസ്റ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവരിൽ 2 പേരിൽ ആരാണ് നന്നായി പെർഫോം ചെയ്യുന്നത് അവർക്കാണ് ഈ ജോലി കിട്ടുക. നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ ജോലി കിട്ടില്ല. ഇത് കേൾക്കുന്ന ഹൈക്ക് വളരെ ടെൻഷൻ ആവുന്നു. അവൻ അവന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ ശത്രുവിനെ പോലെ കാണുന്നു. അവളും അതേപോലെ തന്നെയാണ് ഇവനോടും പെരുമാറുന്നത്. ഇവൻ നേരെ സുപ്പീരിയറിനെ ഫോൺ വിളിച്ച് ഈ വലിയ കമ്പനിയിലെ ജോലി തനിക്ക് കൺഫേം ആകുമെന്ന് കരുതിയാണ് ആ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതിന്റെ ധൈര്യത്തിലാണ് കാറും എടുത്തത്. ഇപ്പോഴേ ഈ ജോലി എപ്പോ പോകുന്നു പോലും അറിയത്തില്ല. വല്ലാത്ത ചതിയായി പോയെന്നെല്ലാം അവൻ പറയുമ്പോ എന്തായാലും നീ നന്നായിട്ട് പെർഫോം ചെയ്യും, നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് സുപ്പീരിയർ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഹൈക്ക് ഓഫീസിലെ അവന്റെ ഒപ്പോണന്റുമായുള്ള വിഷയങ്ങളെല്ലാം സൂബിനോട് പറയാറുണ്ടായിരുന്നു. സൂബിൻ അവനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. കൂടെയുള്ള മറ്റു സ്റ്റാഫ്സിനെ കയ്യിലെടുക്കാനായി അവർക്കെല്ലാം കോഫി വാങ്ങി കൊടുക്കുന്നു. ഹൈക്ക് കോഫി വാങ്ങി അവന്റെ കൊളീഗ്സിന് കൊടുക്കാനായി ചെല്ലുമ്പോഴേക്കും അവന്റെ ശത്രുവായ ബോയിങ് എന്ന പെൺകുട്ടി ഇവന്റെ കൂടെ ചേർന്ന് കോഫി വിതരണം ചെയ്യുന്നു. അവള് കോഫി എടുത്ത് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവരൊക്കെ കരുതുന്നത് ഇവളുടെ വകയാണ് ഈ കോഫി ട്രീറ്റ് എന്നാണ്. ഇവനാണെങ്കിൽ അതിന് നല്ല കലിപ്പ് തോന്നുന്നു. നീ എന്താ ഞാൻ കോഫി വാങ്ങിച്ചതെന്ന് ആൾക്കാരോട് പറയാത്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ ബോയിങ് അയ്യേ ഒരു കോഫിക്ക് വേണ്ടി ഇങ്ങനെ കണക്കുറേ നാണമില്ല നിനക്കെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്നു. ഈ കാര്യവും ഹൈക്കിന്റെ ഉള്ളിൽ ബോയിങ്ങിനോടുള്ള ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. ഒരിക്കൽ മീറ്റിംഗിനിടയിൽ ബോസ് ഒരു പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞ് ഇതാരാണ് ചെയ്തതെന്ന് തിരക്കുമ്പോൾ ബോയിങ് ഞാനാണെന്ന് വളരെ അഭിമാനത്തിൽ പറയുന്നു. ബോസ് ഇത് നല്ല പ്രോജക്റ്റ് ആണെന്ന രീതിയിലാണ് അതിനെപ്പറ്റി തിരക്കിയത്. അത് മനസ്സിലാക്കുന്ന ഹൈക്കിന് അത് ഇഷ്ടാവുന്നില്ല. അവനുടനെ ആ പ്രോജക്റ്റിലെ അപാകതകളെ പറ്റി എടുത്തെടുത്ത് പറയുന്നു. അത് കേൾക്കുന്ന ബോസ് ശരിയാണല്ലോ ഹൈക്ക് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, ഹൈക്കും ബോയിങ്ങും കൂടി ഈ
ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ബോസ് ഏൽപ്പിക്കുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ രണ്ടുപേരും ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ബോയിങ് എന്തൊക്കെ ഐഡിയ പറഞ്ഞാലും ഹൈക്ക് അതെല്ലാം തട്ടിക്കളയുകയാണ് ഓരോ ഗുലുമാലുകൾ പറഞ്ഞ്. അങ്ങനെ അന്ന് രാത്രി വൈകിയും ബോയിങ് ഇരുന്ന് പ്രോജക്റ്റ് ഫിനിഷ് ആക്കാൻ നോക്കുന്നു. ഓഫീസ് ടൈം കഴിഞ്ഞപ്പോ ഹൈക്ക് ഡ്രൈവ് ചെയ്ത് സൂബിന്റെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങുന്നു. ആ സമയം അവിടെ അവരൊരു അപ്പൂപ്പനെ കാണുന്നു. ആ അപ്പൂപ്പൻ എന്താ ആ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോവാണോ, നല്ല സുന്ദരിയല്ലേ അവളെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹൈക്ക് ഇങ്ങനെ എന്തോ ഈ പറയുന്നതെന്ന് മട്ടിൽ നോക്കിയ ശേഷം കാർ ഡ്രൈവ് ചെയ്ത് സൂബിന്റെ അടുത്തെത്തുന്നു. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഡ്രൈവിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ ഭയങ്കര ടയേർഡായിട്ടാണ് ഹൈക്ക് വരുന്നത്. സൂബിന് അവനോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും സാധിക്കുന്നില്ല. അവൻ ടയേർഡായി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസവും അവൻ നേരത്തെ ഉണർന്ന് ജോലിക്ക് പുറപ്പെടുന്നു. ആ സമയം അവൻ ഓഫീസിലെത്തിക്കഴിഞ്ഞ് സൂബിൻ ഫോൺ വിളിച്ച് പറയാണ് ദിവസം ഇങ്ങനെ വീട്ടിലേക്ക് വരണ്ട, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ടയേർഡ് ആവുമല്ലേ, അവിടെ സ്റ്റേ ചെയ്തോ, വീക്കെൻഡ് ആകുമ്പോൾ വന്നാൽ മതിയെന്ന്. അത് കേട്ട് ഹൈക്കും ഓക്കെ പറയുന്നു. അങ്ങനെ ഹൈക്ക് ഓഫീസിലേക്ക് എത്തുമ്പോൾ ബോയിങ് ഡ്രസ്സ് പോലും മാറ്റാതെ കഴിഞ്ഞ ദിവസം ഇട്ട് അതേ ഡ്രസ്സൊക്കെ ഇട്ട് ഏകദേശം പ്രാന്തിയെ പോലെ ആ പ്രോജക്റ്റിന്റെ പുറകിൽ ഇരിക്കുകയാണ്. അന്നും ലേറ്റ് നൈറ്റ് ആയിട്ടും അവൾക്ക് യാതൊരു സൗകര്യവുമില്ല. അന്ന് രാത്രിയിലും ആ അപ്പൂപ്പൻ ഹൈക്കിന്റെ അടുത്ത് വന്ന് എന്താ വല്ലതും നടക്കുവോ, ഞാൻ വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കി തരാമെന്ന മട്ടിലൊക്കെ സംസാരിക്കുന്നു. ഇവൻ എന്തിനാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്നേ മനസ്സിലാവുന്നില്ല. എന്തായാലും ബോയിങ്ങിനിട്ട് ഒരു പണി കൊടുക്കണമെന്ന് ഹൈക്കിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അവൾ ഒരു പ്രാന്തിയെ പോലെ ഇങ്ങനെ പ്രോജക്റ്റ് ചെയ്യാൻ നോക്കുന്നതും അവൾ എന്ത് ചെയ്താലും ഇവൻ അതിന് ഓരോ കൊനിഷ്ടുകൾ കണ്ടുപിടിക്കുന്നതും അവന്റെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം പോലെ തോന്നിപ്പിക്കുന്നു. അവൻ ആ പ്രോജക്റ്റ് നല്ല രീതിയിൽ ചെയ്തു തീർക്കാനായി അവളെ സഹായിക്കുന്നു. അങ്ങനെ ബോസിന്റെ മുന്നിൽ അടുത്ത ദിവസം പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ബോസ് അഭിനന്ദിക്കുന്നു. ബോയിങ് ആദ്യമായി ഹൈക്കിനോട് നന്ദിയും പറയുന്നു. അന്ന് വൈകിട്ട് ഇവർക്ക് കമ്പനി വക ഒരു ഡിന്നർ പാർട്ടി ഉണ്ടായിരുന്നു. ഡിന്നർ പാർട്ടിക്കിടയിൽ ബോയിങ് നന്നായി ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആകുമ്പോൾ ഹൈക്കാണ് അവളെ കൂട്ടി വീട്ടിലാക്കി തിരിച്ച് കാറ് ഡ്രൈവ് ചെയ്ത് സൂബിന്റെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ സൂബിനില്ല. അവള് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ഇവൻ തളർന്ന് കിടന്നുറങ്ങുന്നു. ആ സമയം സൂബിൻ ഫോൺ വിളിച്ച് ആ ബൾബ് ഒന്ന് മാറ്റണേ, പിന്നെ എനിക്കിപ്പോ ഹെപ്റ്റിക് വർക്ക് ഉള്ള കാരണം നമുക്ക് എപ്പോഴൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, നമുക്ക് അടുത്ത ആഴ്ച ഇന്ന ദിവസം കാണാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഹൈക്ക് യാത്രാക്ഷീണത്തിൽ ആ ഊന്നൊക്കെ ഫോണിൽ കൂടി പറയുന്നു. പക്ഷെ എന്താ മര്യാദയ്ക്ക് പറഞ്ഞെന്ന് പോലും അവന് ഓർമ്മയില്ല. കൂടാതെ ബൾബ് മാറ്റാമെന്ന് പറഞ്ഞുവെങ്കിലും അത് മാറ്റാതെ അവൻ കിടന്നുറങ്ങുന്നു. അങ്ങനെ പിന്നീട് ഓഫീസിൽ വെച്ച് ഹൈക്കും ബോയിങ്ങും ദേഷ്യമൊക്കെ മറന്ന് നല്ല കൂട്ടായി ഒന്നിച്ച് ഓരോ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഇവർ ചെയ്യുന്ന വർക്കുകൾ ബോസിനും ഇഷ്ടപ്പെടുന്നു. ഇവർ ഭക്ഷണം കഴിക്കുന്നത് പോലും ഒന്നിച്ചിരുന്നാണ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ബാക്കി പെർമനന്റ് സ്റ്റാഫ്സ് ഇവര് ടെമ്പററി ആയതുകൊണ്ട് തന്നെ, അഥവാ ഇവരിൽ ആരാണ് സെലക്ട് ആവുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഇരുന്ന് അങ്ങനെ ഭക്ഷണം ഒന്നും കഴിക്കാൻ തയ്യാറാവാത്തതാണ് കാര്യം. എന്തായാലും ഇവർ ഒന്നിച്ചങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, വർക്ക് ചെയ്യുന്നു, രാത്രിയിലും ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം പലപ്പോഴും ഹൈക്കിന് ബോയിങ്ങിനോട് ഒരു ക്രഷ് തോന്നുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം തന്നെ താൻ ചെയ്യുന്നത് തെറ്റാണ്, തനിക്ക് സൂബിനുണ്ട്, അവളെ ചതിക്കാൻ പാടില്ല എന്ന ചിന്ത അവന്റെ ഉള്ളിലുണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബോയിങ് ഹൈക്കിനെ ഫുഡ് കഴിക്കാനായി വെളിയിലേക്ക് വിളിക്കുന്നു. ഹൈക്കും കൂടെ പോകുന്നു. പക്ഷെ ആ ദിവസം തന്നെയാണ് ഹൈക്ക് സൂബിന്റെ അടുത്ത് ചെല്ലാമെന്ന് വാക്ക് കൊടുത്തത്. ഇവനെ കാണാഞ്ഞിട്ട് സൂബിൻ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഇത്തിരി തിരക്കാണെന്ന് അവൻ പറയുന്നു. പക്ഷെ ഓഫീസിലുള്ളത് പോലെ അല്ലല്ലോ, ശബ്ദം കേട്ടിട്ട് വെളിയിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് സൂബിൻ കറക്റ്റായി കണ്ടുപിടിക്കുന്നു. ഹൈക്ക് ആ സമയം റെസ്റ്റോറന്റിലായിരുന്നല്ലോ. അവൻ അതുകൊണ്ട് തന്നെ അവളോട് അത് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വെളിയിലേക്ക് വന്ന് തിരിച്ച് ഞാൻ വീണ്ടും ഓഫീസിലേക്ക് തന്നെ പോകും, ഒരുപാട് ജോലി എനിക്കുണ്ടെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. സൂബിന് വല്ലാത്ത വിഷമം വരുന്നു. അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ലൈറ്റ് പോലും അവൻ മാറ്റിയിട്ടില്ല. അവൾ പറഞ്ഞു ഒരു കാര്യവും അവൻ ചെയ്തിട്ടില്ല. അവളോട് മര്യാദയ്ക്ക് ഫോണിൽ കൂടി സംസാരിക്കില്ല. നേരിട്ട് കാണാമെന്ന് വിചാരിച്ചാൽ അവന് സമയമില്ല. ഇനി വന്നാൽ തന്നെ ക്ഷീണം കാരണം കിടന്നുറങ്ങും. ഒന്നും മര്യാദയ്ക്ക് മിണ്ടത് പോലും ഇല്ല. ഇവൻ ഒരുപാട് മാറിപ്പോയല്ലോ എന്ന് അവള് വിഷമിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഓഫീസിലിരുന്ന് ഓവർ ടൈം ചെയ്യുന്ന സമയം ബോയിങ് കുറച്ച് റൊമാൻറ്റിക് ആയ രീതിയിൽ ഹൈക്കിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ വരുമ്പോൾ ഉടനെ അവൾ അവോയ്ഡ് ചെയ്ത് വീട്ടിലേക്ക് ഇറങ്ങുന്നു. അവൻ അങ്ങനെ കാറ് ഡ്രൈവ് ചെയ്ത് വളരെ ക്ഷീണത്തിൽ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ സൂബിൻ ഉണ്ടായിരുന്നു. സൂബിൻ അവനോട് ഷൗട്ട് ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ അവൻ നമുക്ക് പിന്നെ സംസാരിക്കാം, എനിക്ക് ഉറങ്ങണം, ഭയങ്കര ക്ഷീണമാണെന്ന് പറയുമ്പോൾ അവള് ചോദിക്കുന്നത് അപ്പൊ നീ ഉറങ്ങാനായിട്ട് മാത്രമാണോ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഞാനും കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാ ജോലി ചെയ്യുന്നത്, മര്യാദയ്ക്ക് ഉറങ്ങുന്ന പോലുമില്ല, എന്നിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. ഞാനാണെങ്കിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യം എത്ര ദിവസമായിട്ട് നിന്നോട് പറയണമെന്ന് കരുതിയിരിക്കുക, അത് കേൾക്കാനുള്ള മനസ്സ് പോലും നീ കാണിക്കുന്നില്ലല്ലോ എന്നല്ല. എന്താ നിനക്ക് പറയേണ്ടതെന്ന് ഹൈക്ക് തിരക്കുമ്പോൾ അവളുടെ പീരീഡ് മിസ്സായെന്നും അവള് പ്രഗ്നന്റ് ആണോ എന്ന് സംശയമുണ്ടെന്നും പറയുന്നു. അടുത്ത ദിവസം താൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോവുകയാണെന്നും സൂബിൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹൈക്ക് അപ്സെറ്റ് ആവുന്നു. സൂബിനും അപ്സെറ്റ് തന്നെയാണ്. രണ്ടുപേർക്കും ഇപ്പോൾ ഒരു കുഞ്ഞിനോട് താല്പര്യമില്ല. കാരണം രണ്ടുപേരും ലൈഫിലൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുമ്പോൾ വളരെ അപ്സെറ്റ് ആയി തന്നെ ഇരിക്കുകയാണ് ഹൈക്ക്. സൂബിൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായിരിക്കും റിസൾട്ട് എന്നാണ് അവന്റെ ടെൻഷൻ മുഴുവൻ. അവൻ അവിടെ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഡോക്ടറിനെ കണ്ടു പ്രഗ്നന്റ് ആണെന്ന മെസ്സേജ് സൂബിൻ അയക്കുന്നു. ഇത് കാണുന്ന അവൻ ഒന്നുകൂടെ അപ്സെറ്റ് ആവുന്നു. ആ സമയം ബോയിങ് അവനോട് സംസാരിക്കാനായി വരുമ്പോഴേക്കും അവൻ അവളോട് ഷൗട്ട് ചെയ്യാണ്. അവള് വിഷമിച്ച് ഇവനത് എന്ത് പറ്റിയെന്ന മട്ടിൽ തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഹൈക്കിന് താൻ ഷൗട്ട് ചെയ്തത് മോശമായി പോയി എന്ന് തോന്നുന്നത്. ഹൈക്ക് ബോയിങ്ങിനെ തിരിച്ചു വിളിച്ച് സോറി, ഞാൻ എന്തോ ടെൻഷന്റെ പുറത്ത് പറഞ്ഞു പോയതാണെന്ന്
പറയുമ്പോൾ അവള് അതൊന്നും സാരമില്ല, നീ ഷൗട്ട് ചെയ്യുമ്പോൾ പോലും നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് പോകുന്നു. അടുത്ത ദിവസം സൂബിന്റെ കൂടെ ഹൈക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. വയറ്റിലുള്ള കുഞ്ഞിനെ കളയുക എന്നതാണ് ഇവര് പോകുന്നതിന് പിന്നിലെ ലക്ഷ്യം. എന്തായാലും അവിടെ ഇരുന്നും ഹൈക്ക് ഉറക്കം തൂങ്ങുന്നു. ഇത് കാണുന്ന സൂബിൻ അവനോട് കാറിൽ പോയി റെസ്റ്റ് എടുത്തോ, ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങണ്ടെന്ന് പറയുമ്പോൾ അവൻ വേണ്ട, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഡോക്ടറിനെ കാണുന്നതെന്ന് ചോദിക്കുന്നു. അതിനെന്താ, ഞാൻ ഒരു നേഴ്സ് അല്ലേ, ഞാൻ പോയി എല്ലാം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവനെ കാറിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ പിന്നീട് കുഞ്ഞിനെ കളഞ്ഞ ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടോ ഹൈക്കിന്റെ ഉള്ളിൽ വല്ലാത്ത കുറ്റബോധം പോലെയുണ്ട്. അവൻ അതുകൊണ്ട് അന്ന് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് ഫുള്ള് സൂബിന്റെ കൂടെ ഇരിക്കുകയാണ്. പക്ഷെ അവന് കോൾ വന്നോണ്ടേയിരിക്കുന്നു ഓഫീസിൽ നിന്ന്. അത് കാണുന്ന സൂബിൻ എന്തെങ്കിലും അർജന്റ് വർക്ക് ഉള്ളത് കൊണ്ടായിരിക്കില്ല അവരിങ്ങനെ വിളിക്കുന്നത്. ഓഫീസിലേക്ക് പൊക്കോ, ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോളാം എന്ന് പറയുന്നു. അങ്ങനെ അവൻ മനസ്സില്ലാ മനസ്സോടെ അവളെ തനിയാക്കി ഓഫീസിലേക്ക് പോകുന്നു. പക്ഷെ എപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചോ, റെസ്റ്റ് എടുത്തോ, എങ്ങനെയുണ്ട്, ടാബ്ലറ്റ് കഴിച്ചോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ നല്ല ക്ഷീണത്തിൽ കിടന്ന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അതിനൊന്നും റിപ്ലൈയും കൊടുക്കുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഹൈക്ക് വല്ലാതെ വീക്കാവുന്നു. അവനെ വീട്ടിൽ വന്നാലും ഉറക്കക്ഷീണമാണ്, ഓഫീസിലെത്തിയാലും ഉറക്കക്ഷീണമാണ്. രണ്ടിടത്തും ഇരുന്ന് ഉറക്കം തൂങ്ങാനേ അവന് നേരമുള്ളൂ. ഒരു ദിവസം ഹൈക്ക് വീട്ടിൽ വന്ന് കിടന്നങ്ങ് ഉറങ്ങിപ്പോകുന്നു. രാവിലെ അവനെ വിളിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ സൂബിന് അവളുടെ ജോലിക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ അന്ന് ലേറ്റ് ആയിട്ടാണ് ഹൈക്ക് ഓഫീസിലേക്ക് ചെല്ലുന്നത്. ബോസിന്റെ വഴക്കും കിട്ടുന്നു. ഹൈക്കിന് ഈ ഓഫീസിലുള്ള ഇന്റേൺ ഡേയ്സ് തീരാൻ പോവുകയാണ്. അവനും ബോയിങ്ങും ഫൈനൽ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യണം. പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ ജോലി കിട്ടും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് രണ്ടുപേരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. അതിന്റെ ഇടയിൽ പണ്ടത്തെ പോലെ ശത്രുതയൊന്നുമില്ലാതെ നല്ല ഫ്രണ്ട്ഷിപ്പോടെയാണ് രണ്ടുപേരും സഹകരിച്ച് പ്രോജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സൂബിൻ ഹൈക്കിനെ അർജന്റായി കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. അത് ഒരു ക്രിസ്മസ് സമയമാണ്. ആ സമയം ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ പ്രവർത്തിക്കും. വളരെ ക്യൂട്ടായ സാധനങ്ങൾ അവിടെ വിൽക്കും. ഇതൊക്കെ കണ്ടു നടക്കാൻ സൂബിന് വളരെ ഇഷ്ടമാണ്. അവള് ഹൈക്കിന്റെ കൂടെ ഇവിടെ എല്ലാം പണ്ട് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ ആഗ്രഹിച്ചാണ് അവൾ അവനെ വിളിച്ചു വരുത്തിയത്. ഇവനാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് ടയേർഡായി വന്ന് കയറി ഉടനെ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അവന് പെട്ടെന്ന് വെപ്രാളം തിരിച്ചു പോകാൻ. ഞാൻ നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവള്, നീ എന്റെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഒന്ന് ഫുഡ് വാങ്ങി തന്ന് കടമ തീർത്ത് പോകണമെന്നല്ല. നിനക്ക് പക്ഷെ എന്റെ കൂടെ സമയം ചെലവഴിക്കാനേ താല്പര്യമില്ല. എന്തൊരു ധൃതിയാ, വീട്ടിൽ വന്നാ എന്നാ മിണ്ടു, അതുമില്ല, അപ്പോഴും ഉറക്കം. എന്നെ നീ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നു, നീ വല്ലാതെ മാറിപ്പോയി. ഈ പുതിയ ജോലി കിട്ടി പോകുന്നത് വരെയുള്ള ആളെ അല്ല നീ ഇപ്പോൾ എന്നെല്ലാം അവള് പറയുന്നു. ആ സമയം നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് ബോയിങ്, എന്റെ ക്ഷീണം കാരണമല്ലേ, എനിക്ക് ഒരുപാട് ജോലിയുള്ളത് കാരണമല്ലേ എന്നെല്ലാം ഹൈക്ക് പറയുന്നു. അത് കേൾക്കുന്ന സൂബിൻ ഷോക്കാവുന്നു. കാരണം അവളുടെ പേരിന് പകരം ബോയിങ് എന്ന പേരിലാണ് ഹൈക്ക് അവളെ സംബോധന ചെയ്തത്. ഇങ്ങനെ പറഞ്ഞത് പക്ഷെ അവൻ ഓർക്കുന്നു പോലും ഇല്ലെന്ന് തോന്നുന്നു. ഒരു സോറി പോലും പറഞ്ഞത് തിരുത്തുന്നില്ല. നീ ഇപ്പൊ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലല്ലേ, നീ എന്റെ പേര് പോലും മറന്നു, നീ എന്നെ ബോയിങ് എന്നാ വിളിച്ചത്, ആരവളെന്ന് സൂബിൻ തിരക്കുന്നു. അപ്പോൾ തന്റെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണ അവളോടെപ്പോഴും സംസാരിച്ച് അവളുടെ പേര് വായി വന്ന് പോയതാണെന്ന് ഹൈക്ക് പറയുന്നു. കൂട്ടത്തിൽ തന്നെ സൂബിൻ കുഞ്ഞിനെ കളഞ്ഞതുകൊണ്ട് സൂബിനെ കാണുമ്പോഴെല്ലാം ഹൈക്കിന് ഒരു കുറ്റബോധം പോലെ തോന്നുമെന്നും അതുകൊണ്ടാണ് അവള് വിളിച്ചപ്പോൾ ഇല്ലാത്ത സമയമുണ്ടാക്കി ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്നും അവൻ പറയുന്നു. കുറ്റബോധം കൊണ്ടാണ് തന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ഇവൻ എത്തിയതെന്ന് കേൾക്കുന്ന സൂബിന് വല്ലാത്ത വിഷമം. നീ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് എന്റെ കൂടെ സമയമൊന്നും ചെലവഴിക്കണ്ട എന്ന് അവൾ ഷൗട്ട് ചെയ്യുമ്പോൾ ഇവനും അവളോട് തിരിച്ച് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവരുടെ വഴക്ക് വലുതായി രണ്ടുപേരും ബ്രേക്കപ്പ് ചെയ്യുന്നു. ഹൈക്ക് സൂബിനെ അവളുടെ താമസ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് തിരികെ അവന്റെ ജോലി സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു സ്ഥലത്ത് താമസം ആരംഭിക്കുന്നു. ഒരു ദിവസം അവന്റെ ഓഫീസിലേക്ക് അവനൊരു പാഴ്സൽ വരുന്നു. തുറന്നു നോക്കുമ്പോൾ അതില് സൂബിനെ ഹൈക്ക് പ്രപ്പോസ് ചെയ്യാൻ നേരം ഇട്ട റിംഗ് ആണ്. ഈ റിംഗ് കാണുന്ന അവനും അവളോട് ഒന്നുകൂടെ കലി ഇളകുന്നു. അവന്റെ അടുത്തേക്ക് സംസാരിക്കാനായി വന്ന ബോയിങ്ങിനെ പ്രപ്പോസ് ചെയ്ത് കിസ് ചെയ്ത് അവളുമായി റിലേഷനിൽ ഏർപ്പെടുന്നു. ഇവൾക്ക് ഓൾറെഡി ഇവനിൽ ഒരു കണ്ണുള്ളത് കൊണ്ട് അവളും ഹാപ്പി. എത്രയൊക്കെ ഇവളുമായി റിലേഷനിലാണെങ്കിലും സൂബിനോട് ദേഷ്യമാണെങ്കിലും എപ്പോഴും സൂബിന്റെ ഓർമ്മകളാണ് ഹൈക്കിന് വരുന്നത്. കൂടാതെ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ സൂബിന്റെ വയറ്റില് ഇവനുണ്ടായ ആ കുഞ്ഞിനെ പറ്റിയും ഇവൻ ഓർക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇവര് പ്രോജക്റ്റ് ബോസിന്റെ മുന്നിൽ ഫൈനലായി പ്രസന്റ് ചെയ്യുന്ന ദിവസം വരുന്നത്. സാധാരണ ഇവരുടെ പ്രോജക്റ്റ് കണ്ട് വളരെ അഭിനന്ദിക്കാറുള്ള ബോസ് ഇത്തവണ അതിന്റെ റിസൾട്ട് പറയാതെ, അല്ലെങ്കിൽ ഇവരിൽ ആരെയാണ് പെർമനന്റ് ആക്കാൻ പോകുന്നതെന്ന് വെളിപ്പെടുത്താതെ അങ്ങ് ഒരുമാതിരി ചിരിച്ചു പോകുന്നു. ഇത് കാണുമ്പോൾ തങ്ങളെ പെർമനന്റ് ആക്കാനുള്ള താല്പര്യം ബോസിനില്ല എന്ന ചിന്ത ഇവരുടെ ഉള്ളിലുണ്ടാകുന്നു. ഇവർ വളരെ അപ്സെറ്റ് ആവുന്നു. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ബോയിങ് ചോദിക്കുമ്പോൾ ഞാൻ മടങ്ങിപ്പോയി പഴയ ജോലി ചെയ്യുമെന്ന് ഹൈക്ക് പറയുന്നു. ബോയിങ്ങിനോട് തിരികെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനും തിരിച്ചു പോകുമെന്ന് അവള് പറയുന്നു. അങ്ങനെ പിന്നീട് ഇവരെ ഒരു കമ്പനി ഡിന്നർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. അവിടെ വളരെ ശോകമടിച്ചിരിക്കുമ്പോഴാണ് സൂബിൻ ഐലൻഡിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്ന കാര്യം അവളുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിലൂടെ ഇവൻ അറിയുന്നത്. ഇവൻ ഉടനെ തന്നെ അവള് തിരിച്ചയച്ചു കൊടുത്ത ആ റിങ് തപ്പിയെടുത്ത് അവളെ കാണാനായി എയർപോർട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവൾ ഓൾറെഡി അവിടെ നിൽപ്പുണ്ട്. അവൾ ഇവനെ നോക്കി കൈവീശി കാണിക്കുന്നു. ഇവള് പിണക്കമെല്ലാം മറന്ന് തന്നെ ശ്രദ്ധിക്കുന്നല്ലോ എന്ന സന്തോഷത്തിൽ കൈവീശി ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ആരോ തട്ടി വീഴുന്നു. നോക്കുമ്പോൾ മെലിഞ്ഞ ഹൈക്കും നിൽക്കുന്നു, വണ്ണമുള്ള ഹൈക്കും നിൽക്കുന്നു. ഇവരെ രണ്ടുപേരെയും കണ്ട് സൂബിനും ഷോക്കായി നിൽക്കുന്നു. എന്താണ് സംഭവമെന്ന് വെച്ചാൽ ഈ രണ്ട് ഹൈക്കുമാരുമായി സൂബിൻ പ്രണയത്തിലായിരുന്നു. അവൾ ആദ്യം പ്രണയിച്ചത്
കാണിക്കുന്നത് ആ മെലിഞ്ഞ ഹൈക്കിനെയാണ്. അവനുമായി ഉണ്ടായിരുന്ന റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ജോലി സംബന്ധമായി അവൻ കുറച്ച് ദൂരേക്ക് പോയി. മര്യാദയ്ക്ക് കാണാനോ സംസാരിക്കാനോ സമയമില്ലാതെ ഇവരുടെ റിലേഷനിൽ വിള്ളൽ ഉണ്ടാവാൻ തുടങ്ങിയ സമയത്താണ് ഹോസ്പിറ്റലിലെ പേഷ്യന്റായി എത്തിയ വണ്ണമുള്ള ഹൈക്കിനെ സൂബിൻ കാണുന്നത്. മറ്റേ ഹൈക്കുമായുള്ള റിലേഷനിൽ ടെൻഷൻ ഉണ്ടായതുകൊണ്ടാണ് സൂബിൻ പുകവലിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ വണ്ണമുള്ള ഹൈക്ക് തന്നോട് കെയർ കാണിക്കുമ്പോൾ സൂബിൻ അതിൽ കുറച്ച് സന്തോഷം കണ്ടെത്തി. ഒരിക്കൽ മെലിഞ്ഞ ഹൈക്കിൽ നിന്ന് പ്രഗ്നന്റ് ആയി പിന്നീട് ആ കുഞ്ഞിനെ കളഞ്ഞ് വീട്ടിൽ ഇവള് ജോലിക്ക് പോകാതെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്താണ് വണ്ണമുള്ള ഹൈക്ക് ഇവളുടെ നമ്പർ തേടി പിടിച്ച് ഇവളെ ഫോൺ വിളിച്ചതും ഇവള് അപ്പോൾ ഒരു സംസാരിച്ചിരിക്കാൻ ആശ്വാസമായി ആരെങ്കിലും കിട്ടുമല്ലോ എന്ന സന്തോഷത്തിലാണ് ഇവനെ വീട്ടിലേക്ക് വിളിച്ചതും. മറ്റേ ഹൈക്ക് ചെയ്തു കൊടുക്കാത്ത പോലെ ഇവൻ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നു, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ആ സന്തോഷം കാരണം ഇവള് അവനുമായിട്ടുള്ള റിലേഷൻ ഇല്ലാതാക്കി ഇവന്റെ കൂടെ പോകാനായി ആഗ്രഹിച്ചു. ഓർമ്മയില്ലേ ഒരു സീനിൽ വണ്ണമുള്ള ഹൈക്ക് നിന്റെ കയ്യിലെ മോതിരം എന്തി എന്ന് ചോദിക്കുമ്പോൾ അത് കളഞ്ഞു പോയി എന്ന് സൂബിൻ പറയുന്നത്? യഥാർത്ഥത്തിൽ ആ മോതിരം അവള് ബ്രേക്കപ്പ് ആയ ശേഷം മറ്റേ ഹൈക്കിന് പാഴ്സൽ അയച്ചു കൊടുത്തതാണ്. പക്ഷെ അത് ഇവനോട് കള്ളം പറഞ്ഞു. എന്തായാലും ആദ്യമുണ്ടായിരുന്ന റിലേഷൻ ബ്രേക്കപ്പ് ആയ സമയത്ത് ഇവളുടെ മുന്നിലേക്ക് എത്തിയ രണ്ടാമത്തെ ഹൈക്കുമായി ഇവള് പ്രണയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഒടുക്കം രണ്ടുപേരും ഒരേ സമയം മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമെന്ന് ഇവള് പ്രതീക്ഷിച്ചതുമില്ല. ഇവള് രണ്ട് ഹൈക്കുമാർക്കും ഒരേപോലത്തെ ഷൂ ഗിഫ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം മറ്റേ ഹൈക്കിന് ഗിഫ്റ്റ് കൊടുത്ത ഷൂ രണ്ടാമത് ഇവനിട്ട് നടക്കുന്നത് കാണിക്കുമ്പോൾ നമ്മള് അവൻ മെലിഞ്ഞതാണ് ഇവനെന്ന രീതിയിൽ സംവിധായകൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റ് പോലെ കൊണ്ടുവന്നത്. എന്തായാലും രണ്ടും ഒരാളല്ല, രണ്ട് വ്യക്തികളാണെന്ന് ഈ അവസാന നിമിഷമാണ് നമ്മൾ തന്നെ അറിയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മെലിഞ്ഞ ഹൈക്ക് വളരെ ഷോക്കായി നിൽക്കുമ്പോൾ സൂബിൻ മറ്റേ ഹൈക്കിന്റെ കൂടെ എയർപോർട്ടിലേക്ക് കയറി പോകുന്നു. ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് ബോയിങ്ങുമായി ഞാൻ റിലേഷനിലായി സൂബിനെ പറ്റിച്ചല്ലോ ചതിച്ചല്ലോ എന്ന ചിന്തയൊക്കെ ഈ ഹൈക്കിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവന് മനസ്സിലാക്കുന്നത് അവൾ അതിലും നല്ല പണിയാണ് തനിക്ക് ഇട്ട് തന്നതെന്ന്. എന്തായാലും അവൻ നിരാശയോടെ തിരിച്ചു പോകുന്നു. എയർപോർട്ടിൽ ഈ ഹൈക്കിന്റെ കൂടെ ഇരിക്കുമ്പോഴും സൂബിൻ അപ്സെറ്റ് ആയിരിക്കുകയാണ് മറ്റവനെ കണ്ടതോർത്തിട്ട്. പക്ഷെ ഈ ഹൈക്ക് അവളോട് വളരെ കെയർ ആയി. ഇവനാണെങ്കിൽ ഇവളുടെ ഈ മുന്നത്തെ റിലേഷനെ പറ്റിയൊന്നും ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. പിന്നീട് ഹൈക്ക് ഓഫീസിന്റെ പാർട്ടി നടന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ബോയിങ് ഉണ്ട്. അവള് എവിടേക്ക് പോയതാണെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ അതിന് മറുപടി കൊടുക്കുന്നില്ല. എനിക്കൊരു സർപ്രൈസ് പറയാനുണ്ടെന്നും പറഞ്ഞ് അവള് ടിക്കറ്റ് കാണിക്കുകയാണ്. ഇവൻ സൂബിനെ കാണാനായി എയർപോർട്ടിൽ പോയ ഗ്യാപ്പിൽ ഇവരുടെ കമ്പനി ബോസ് ഒരു കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഡ്രിങ്ക്സ് അടിക്കുന്നവർക്ക് ഒരു ഐലൻഡിലേക്ക് ട്രിപ്പിന് പോകാനുള്ള ടിക്കറ്റ് സമ്മാനമായി നൽകും, അതും 2 ടിക്കറ്റ് എന്ന്. അങ്ങനെ ഇവള് കൂടുതൽ ഡ്രിങ്ക്സ് അടിച്ച് ആ ടിക്കറ്റ് നേടി ഹൈക്കുമായി ആ ഐലൻഡിലേക്ക് പോകാമെന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. ഇതേ ഐലൻഡിലേക്കാണ് കഴിഞ്ഞ് വളരെ ടയേർഡായി വീട്ടിലേക്ക് ചെന്ന് അവളെ പരിഗണിക്കാതിരുന്നതുകൊണ്ടാണോ, അവളോട് നല്ല രീതിയിൽ പെരുമാറാതിരുന്നതുകൊണ്ടാണോ, അതോ അവളുടെ പേരിന് പകരം ഈ ബോയിങ്ങിന്റെ പേര് പറഞ്ഞെടുത്താണോ തനിക്ക് എവിടെയാ താളം തെറ്റിയത്? എന്തുകൊണ്ടാണ് കാണാൻ മറ്റവനേക്കാളും സുന്ദരനായുള്ള തന്നെ ഉപേക്ഷിച്ച് അവൾ ആ വണ്ണമുള്ളവന്റെ പുറകിനും പോയത് എന്നെല്ലാം ഇവൻ ചിന്തിക്കുന്നു. അവൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച ശേഷം ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഈ ദൂരേക്കുള്ള ഓഫീസിലേക്ക് പറഞ്ഞു വിട്ട എന്റെ ബോസ് കാരണമാണ് എനിക്ക് എല്ലാം നഷ്ടമായതെന്ന് ഉള്ളിൽ പല്ല് കടിക്കുന്നു. എന്തായാലും ഉത്തരത്തിലിരിക്കുന്നത് പോയി, കക്ഷത്തിലിരിക്കുന്നതെങ്കിലും പോകരുതെന്ന് കരുതി അവൻ ബോയിങ്ങിനെ പ്രപ്പോസ് ചെയ്യാനായി സൂബിൻ തിരിച്ചയച്ച ആ റിങ് എടുത്ത് അവളുടെ വിരലിൽ. പൊതുവെ പ്രണയം ട്രാജഡിയിൽ കലാശിക്കുന്നത് അല്ലെങ്കിൽ വളരെ ഹാപ്പി എൻഡിങ് ആവുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരാളുടെ പ്രണയം ഹാപ്പി എൻഡിങ്ങിലായി, അത് നമ്മുടെ സൂബിന്റെയും മറ്റേ ഹൈക്കിന്റെയും. അതേസമയം നമ്മുടെ ഈ ഹൈക്കിന്റെ പ്രണയം ട്രാജഡി ആയെന്നോ അല്ലെങ്കിൽ അതിലും പരിതാപമായെന്നോ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പെരുവഴിയിൽ നിൽക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.